അപ്പോൾ അങ്ങനെ തൃശ്ശൂർ അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. പുലിക്കളിയുടെ ഏറ്റവും ആവേശ കാഴ്ചകളാണ്. നമുക്കൊരു ഒരു പുലിയുടെ അടുത്തോട്ട് പോവാം. സുനിലേട്ടാ വാ. അങ്ങനെ പുലികൾ ഓരോരുത്തരായി ഇവിടെ അണിഞ്ഞൊരുങ്ങി തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് പതിയെ ഈ പുലികളുടെ അടുത്തോട്ടൊന്ന് പോയി പുലികളോടൊക്കെ ഒന്ന് സംസാരിക്കാം. പുലി ചിത്രങ്ങൾ വരയ്ക്കുന്നവരെ കാണാം. ചേട്ടാ നമസ്കാരം. ഇത് നോക്കിയേ, പുലി റെഡിയായില്ലേ? അടിപൊളി ഗംഭീര പുലി തയ്യാറാണ്. പേരെന്താ? പേര് സുനില്. ഇവിടെ അടുത്ത് തന്നെ സ്ഥലം? പുതുക്കാട്. ഇത് എത്രാമത്തെ തവണ പുലി വേഷം കെട്ടുന്നത്? 6. എങ്ങനെയുണ്ട് ഇത് കെട്ടിക്കഴിയുമ്പോ ഫീൽ എന്താ? കെട്ടിയുമ്പോ നല്ല പെയിലാണ്. ഞങ്ങളെ കപ്പെടുക്കാൻ വേണ്ടിട്ടുള്ള പെയിലാണ്. ഇത്തവണ അടിക്കാൻ വേണ്ടിട്ടില്ല. തൃശ്ശൂർക്കാർക്ക് ഒരു പുലിയാണത്. അത് ഞങ്ങൾ ഈ പ്രാവശ്യം ഈ കപ്പ് എടുക്കും. ഇത്തവണ കപ്പടിക്കാൻ വേണ്ടി സീതാറാം ദേശത്തിന്റെ സുനിൽ പുലി അല്ലേ? ഇതാ നോക്ക്, ആണല്ലേ? നല്ല വയറൊക്കെ റെഡിയാണ്. ഇത് കണ്ടോ, ഇതാണ് ആ പുലികളുടെ ഏറ്റവും നല്ലൊരു ഫീല് നമുക്ക് കാണാൻ കഴിയുന്ന. വായും മീശയും ഒക്കെ വരച്ച് സർപ്രൈസ് ഒളിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്ന് എത്ര പുലിയുണ്ട് ഇവിടെ ദേശത്ത്? 50 പുലി. അപ്പൊ ഒരു പുലി മടയിൽ നിന്ന് 50 പുലികൾ. സുലേട്ടാ ഇതാ കയറുവാ. അതുപോലെ ഇതിന് ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്, കാരണം ഞാനിങ്ങനെ കുറെ നേരം കൊണ്ട് ഒരു മന്ത്രിയായിട്ട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ ആ ഒരു എന്താ പറയുക ഒരു സൗന്ദര്യം, ഇവരുടെയൊക്കെ ഒരു സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചു വരികയാണ്. കാരണം ഈ വരയ്ക്കുന്നതിൽ കലാകാരന്മാരുടെ ഒരു സൗന്ദര്യം വരുന്നത്, അതിനപ്പുറത്ത് ഇവർക്ക് സൗന്ദര്യം വരികയാണ്. നമ്മുടെ ഈ പുലിമടയിൽ ഇവർ യഥാർത്ഥത്തിൽ ഒരു പുലിയാവുകയാണ്. പുലിയായിട്ട് അതിലേക്ക് ജീവിക്കാൻ പോവാണ്. രാവിലെ മുതൽ അവരെടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. നമുക്ക് അപ്പൊ ചേട്ടാ അടിച്ചു പൊളിക്കാട്ടോ, കപ്പടിക്ക. അപ്പൊ കാണാം. ഇതാ വേറൊരു പുലി. ചെല്ലു ഇതിപ്പോ അടുത്ത് നമ്മൾ വരുമ്പോൾ കുറച്ച് ഇവര് മൂവ് ചെയ്ത് വരുമ്പോഴേക്കും മനു അതിനകത്തുള്ളൊരു കറക്റ്റ് ഒരു പുലി എങ്ങനെയാണോ പതുങ്ങി ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തുമാത്രം എഫേർട്ടാണ് ഇതിനകത്ത് നിങ്ങൾ എടുക്കുന്നത്? എങ്ങനെ ഒരു ഈ ബൈക്ക് ചോദിച്ചു എങ്ങനെയാണെന്ന് പറഞ്ഞോ. രാവിലെ എപ്പോഴാ വന്നേ? രാവിലെ അല്ല, ഇന്നലെ വന്നു. എപ്പോഴാണ് ഇത് തുടങ്ങിയത്? മേക്കപ്പ് തുടങ്ങിയത് എപ്പോഴാണ്? ഇന്ന് രാവിലെ പുലർച്ചെ തുടങ്ങിയതാണ്. ഇനി വൈകുന്നേരം വരെ നിൽക്കണം അല്ലേ? എല്ലാ വർഷവും ചെയ്യുന്നുണ്ടോ? അല്ല, 2 കൊല്ലമായിരുന്നു. 2 കൊല്ലമായിട്ട്. എങ്ങനെയുണ്ട് കഴിഞ്ഞ കൊല്ലത്തൊരു? നല്ല രസം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു പുലിയായിട്ട് തന്നെ അങ്ങ് അംഗീകരിച്ചിരിക്കുക. ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയൊരു പുലി എന്ന് തോന്നലുണ്ടാവോ? ഇടയ്ക്കിങ്ങനെ ശബ്ദമൊക്കെ എന്തായാലും വരും. അങ്ങനെ ഇത്തവണ കപ്പടിക്കും. കപ്പടിക്കും. നല്ല ഗംഭീര പുലി കേട്ടോ. ചേട്ടാ പേരെന്താ? ജിതേഷ്. എത്ര സമയം എടുക്കും? അതെ, നമ്മൾ ഈ പുലികളെയാണ് കാണാറുള്ളത് സത്യത്തിൽ. പക്ഷേ ഈ പുലികളെ ഒരുക്കുന്ന പുലികളായ കലാകാരന്മാർ ഇങ്ങനെയുള്ള പുലിയുടെ നോക്കൂ, ഈ പുലിയുടെ പടം നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവരത് വരയ്ക്കുകയും അതെ, മുഖം ഇത് പേപ്പറിലല്ല വരയ്ക്കുന്നത്, ഒരാളുടെ ദേഹത്താണ്. നേരത്തെ മന്ത്രി രാജേട്ടൻ പറഞ്ഞാൽ ഒരാളുടെ ദേഹത്താണ് വരച്ചോണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സസ്പെൻസ്. ഇത് എത്ര സമയം എടുക്കും? ഇത് അരമണിക്കൂറിനുള്ളിൽ കഴിക്കണം. അതാണ് ഒരു ടാർജറ്റ് ഉണ്ട്. അടുത്ത പുലിയെ പിടിക്കണം. അതെ, പുലി ചാടി പോകും. എത്ര പുലിയെ പിടിക്കും ഒരു ദിവസം? എനിക്ക് 10 ടാർജറ്റ് ഉണ്ട്. പുലി മുരുകനാ ഇവിടുത്തെ? 10 പേര് ടാർജറ്റ് ഉണ്ട്. ഇതിന്റെ കൂട്ട് എങ്ങനെയാ? ഇത് കൂട്ട് അത് അമ്മിക്ക് എടുക്കണില്ലേ? ഇത് ഒരുപാട് സ്ട്രഗിളുള്ള പരിപാടിയാണ്. ഇതിന്റെ പ്രത്യേക ചായക്കൂട്ട ക്ലിയർ വാർണിഷില് അരച്ചെടുത്ത് അമ്മിക്കല്ലിൽ അരച്ചെടുത്ത് ഇത് പേസ്റ്റ് പരുവാക്കിയിട്ട് വേണം നമുക്ക് ഇത്രയും മിനുസായിട്ടുള്ള ഈ പരുവത്തിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ. അത് ഇന്നലെ തന്നെ ഒരുപാട് ആളുകൾ ഉറക്കൊളിച്ച് സെറ്റാക്കി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുന്നു. രാവിലെ വരുമ്പോ അവർ പറയോ ഇന്ന പോലെ ആയിരിക്കണം നമ്മുടെ പുലി എന്ന് പറയോ? സംഘാടകർ പറയോ പുലി ആയിരിക്കണം എന്ന് പറഞ്ഞു അയലി കിട്ടും. അതെ, ഏറ്റവും വലിയ ഇത് അങ്ങോട്ട് നോക്കി നമ്മൾ ഒരു ശിക്ഷണ നടപടി പോലെയാണ് നിൽക്കുന്നത്. അതെ, ഇതിപ്പോ നമ്മൾ 2 പുലിയായിട്ടുള്ള 8 പുലിയിട്ട് ആണല്ലേ? രണ്ടാമത്തെ പുലിയായുള്ളൂ. അതെ, 2ാമത്തെ പുലിയുള്ളൂ. ഇത് വരച്ചിട്ട് ബാക്കി എണ്ണത്തിനെ പിടിക്കാം. അത് വേഗം വരച്ചോ, ഇല്ലേ പോ ചാടി പോകും. അതെ, വടി പിടിച്ച പുലിയെ കാണാം. വടി പിടിച്ച പുലി എന്ന് പറയുന്നത് മണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൈഡിലോട്ട് പൊളിച്ചോണ്ട് തന്നെ ഇനിയൊന്ന് ഒന്നുകൂടെ ഒന്ന് ചലിപ്പിച്ച പുലിയൊന്നും അത് തന്നെ
എങ്ങനെയുണ്ട്? ഗംഭീരല്ലേ മനു? പിന്നെ അടിപൊളി. വരച്ച് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഇല്ല ആളാണ് ഞാൻ വരച്ചത് ആളാണ്. ആണല്ലേ? 6:45 6 തുടങ്ങി. ഇപ്പൊ ഇനി കുറച്ചും കൂടി ഉണ്ട്. പുള്ളി കുത്തണം. ഇനി പുള്ളി ഇനി കുത്താനുണ്ടല്ലേ? പുള്ളി കുത്താനുണ്ട്. ഇത് ഇങ്ങനെ ഉണങ്ങാനല്ലേ ഇങ്ങനെ നിൽക്കുന്നത്? ദേഹത്ത് തുടരുത്. ഇത് തൊട്ട് കഴിഞ്ഞ് ഇവിടെ കളർ പരക്കും. വലിയും വലിഞ്ഞതിന്റെ അവിടെ പാട് വരും. അപ്പൊ ഇതൊന്ന് വലിയണ വരെ ഇതൊന്ന് ഇങ്ങനെ നിൽക്കണം നമ്മള്. എത്ര നാളത്തെ തയ്യാറെടുപ്പാ ഒരു പുലിയാകാൻ വേണ്ടി? ഞാനിപ്പോ 4 കൊല്ലായി. 4 കൊല്ലം. നാലാമത്തെ കൊല്ലമാണ് ഇത്തവണ ഇറങ്ങുന്നത്. 4ാമത്തെ കൊല്ലാണ് ഈ വർഷം ഇറങ്ങുന്നത്. എങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി ഈ വയറൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇത് 3-4 വർഷമായിട്ട് ഉള്ളതായതാ. പിന്നെ പണ്ടൊക്കെ നമ്മള് വണ്ണം കുറവായിരുന്നു. പിന്നെ പുലിയാകാൻ വേണ്ടി അങ്ങ് സെറ്റ് ചെയ്തു. പുലിയായിട്ട് അങ്ങ് ഇതായി തകർക്കണം നമുക്ക്. ഇനി എന്ത് 3 മണി വരെ ഇങ്ങനെ നിൽക്കണം ഞങ്ങള്. അന്നേരത്തിനായി ഉണങ്ങുള്ളൂ. അതിനൊരു പടം ഉണങ്ങും. അപ്പൊ 3 മണി വരെ എന്നാല് ഇവിടുന്ന് പോവുള്ളൂ. 3 മണിക്ക്. ഇത്തവണത്തെ കളി കഴിഞ്ഞു പോയാൽ പിന്നെ അടുത്തതിന് വേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പാണ് അല്ലേ? തയ്യാറെടുപ്പ് 1 വർഷത്തോളം നീണ്ടൊരു കാത്തിരിപ്പും തയ്യാറെടുപ്പും ഉണ്ട്. ഉണ്ട്. വലിയൊരു അധ്വാനമുണ്ട്. വലിയൊരു തന്നെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ ഭംഗിയിൽ കാണുന്ന പോലെ മാത്രമല്ല. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നിലേക്ക് വരും. ആ ചെരുപ്പൊന്ന് കാണിച്ചേ മഹേഷേട്ടാ. പുലിക്കുള്ള ചെരുപ്പ്, ഡ്രസ്സ്, ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യവും അതിന്റെ ഒരു പ്ലാനിങ് ആണ്. ഇന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഇന്ന കളറിലുള്ള പുലിയാണ് ഇത്, ഇന്ന പുലിയാണെന്നുള്ള രീതിയിൽ. പിന്നെ ഇവരുടെ ഒരു വേറെ പ്രത്യേകം വെച്ചാൽ ഇനി കരിമ്പുലിയുണ്ട്. അതൊരു സസ്പെൻസ് ആയിട്ട് വരുന്ന ഒരു സംഭവമായിട്ട് അതുകൊണ്ട് അത് ഒരാളാണ് ഒരു ടീമിൽ വരുന്നത്. നിങ്ങളുടെ ടീമിൽ എത്ര പേര്? 50 പേരാണ്. 54 പുലി. 54 പുലി. അതിന്റെ മേളം, ആ മേളം കൂടെ വന്നാല് ഇവരുടെ ഒരു ഓളം, തൃശ്ശൂരിന്റെ ഒരു ഓളം വരണമെങ്കിൽ മേളം കൂടെ വരണം അല്ലേ? കാരണം എങ്കിലും നമുക്ക് പൊളിക്ക് ഒരു വൈബായിട്ട് നമുക്ക് വരത്തുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ കുലുക്കവും ഒക്കെ വന്ന് അതിനകത്ത് മേളം വന്നാലും നമുക്ക് നാടാൻ പറ്റുള്ളൂ അല്ലേ? മേളം 6 മണിക്ക് വന്നാലും നമുക്കൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ 6 മണിക്ക് കിട്ടും. പ്രത്യേകിച്ച് ഈ മേളത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലേ? മേളം ഉണ്ടെങ്കിൽ കാണിക്കായിരുന്നു. മേളം ഇത് വലിഞ്ഞു അത് മണിക്കൂറുകളോട് കാത്തിരിപ്പല്ലേ. വടി പിടിച്ചു വെക്കുന്ന പുലിയെ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം സന്തോഷം. അപ്പൊ കപ്പടിച്ചു പോവാം. ഓക്കെ.